Don't read success stories. You will get only messages. Read failure stories. You will get some ideas to get success. ഒരിക്കലും നിങ്ങൾ വിജയകഥകൾ വായിക്കരുത്. നിങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമാണ് ലഭിക്കുക. പരാജയ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചില ആശയങ്ങൾ ലഭിക്കും. നിങ്ങളിൽ ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികളല്ല, അവരുടെ ക്യാരക്ടറുകൾ. അതാണ് നിങ്ങളുമായി ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിൽ നിന്നും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള തെറ്റുകളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഡിംഗ് ദോസ് എന്ന യൂട്യൂബ് ചാനലാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണയിൽ മാർക്കറ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത വ്യക്തിയെ ഞാൻ ഇന്നും ഓർക്കുന്നു. തീർച്ചയായും 2 തവണ നിഫ്റ്റിയിൽ ഓവർ കട്ട് ഓഫ് അടിക്കുമ്പോഴും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വീണ്ടും താഴേക്ക് പോകുമ്പോഴും അദ്ദേഹം കാത്തിരുന്നത് നിഫ്റ്റിയുടെ ഏറ്റവും താഴെയുള്ള പോയിന്റിൽ വാങ്ങിക്കാനായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് ഞാനപ്പോൾ പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച സമയമാണ് ഇത് എന്നായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യൂ. ഇൻ കേസ് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ 40% ഇൻവെസ്റ്റ് ചെയ്യൂ. വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും 40% ഇൻവെസ്റ്റ് ചെയ്യൂ. അതിനുശേഷം 20% ഇൻവെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് ബൈ കുറയ്ക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതിനുശേഷം മാർക്കറ്റ് വി ഷേപ്പിൽ റിക്കവർ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതായി എനിക്കറിയില്ല. ഏതെങ്കിലും മികച്ച സ്റ്റോക്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 100% കൂടുതൽ റിട്ടേൺ ലഭിക്കുമായിരുന്നു. 5000ലേക്ക് നിഫ്റ്റിയുടെ വീഴ്ച കാത്തിരുന്ന അദ്ദേഹം പക്ഷേ കോയമ്പത്തൂരിലുള്ള യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന തട്ടിപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നതുമില്ല. ഒരിക്കലും മാർക്കറ്റിലെ മികച്ച ടൈം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. മാർക്കറ്റിനെ മുറിവേൽക്കുമ്പോൾ വാങ്ങിക്കുക. മറ്റൊന്ന്, 2 പേർക്ക് മാത്രമേ ഏറ്റവും താഴ്ന്ന പോയിന്റിൽ വാങ്ങി ഉയർന്ന പോയിന്റിൽ വിൽക്കാനാകൂ. ഒന്ന് ഈശ്വരനും മറ്റൊന്ന് ഒരു നുണയനും. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി മണിക്കൂറുകളോളം ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരു ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ പെർഫോമൻസ് മികച്ചതാണ് എങ്കിൽ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. എന്തായാലും അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 100 രൂപയാണ്. തീരെ മോശമല്ലാത്തൊരു തുക സേവിങ്സ് അക്കൗണ്ടിലുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നുകൂടി ഓർക്കണം. 2 മാസത്തിന് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടു. അന്നേക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ 20% ഉയർന്ന് 120-ലെത്തിയിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലെ മുഴുവൻ തുകയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ എത്ര രൂപ ലഭിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ റിസ്ക് എടുക്കാൻ കഴിയാത്തവർ കണക്ക് കൂട്ടുന്നതിൽ അർത്ഥമില്ല, അല്ലേ? 30-കളും 40-കളും റിസ്ക് എടുക്കുവാനുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടു. സംസാരത്തിനിടയിൽ സ്വാഭാവികമായും ടോപ്പിക് സേവിങ്സിലേക്ക് വന്നു. ഏറ്റവും സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞ അത്ര ബെനിഫിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SBIയുടെ ഒരു സ്റ്റാഫിൻ്റെ നിർബന്ധം മൂലം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചതിൻ്റെ ഡീറ്റെയിൽസ് മൊബൈൽ ആപ്പിലൂടെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. 10 മാസത്തിന് ശേഷം നിക്ഷേപം 7 രൂപയിൽ നിന്നും 3.5% വർദ്ധിച്ച് 7.25 ലക്ഷം രൂപയായിരിക്കുന്നു. നിക്ഷേപിച്ചതാകട്ടെ കൊറോണയിൽ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നതിൻ്റെ പീക്ക് ടൈമിലും. ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ 100%-ലേറെ റിട്ടേൺ നൽകിയെടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാരണങ്ങൾ 2 ആണ്. 1, നിക്ഷേപം സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. 2, ഡയറക്റ്റായല്ല, അതൊരു ഏജൻറ്റ് മുഖാന്തരമാണ് വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഉടൻ ഏജൻറ്റിനെ വിളിച്ചു. എന്തുകൊണ്ട് ഈ സുഹൃത്തിന് നിങ്ങൾ ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മികച്ച സുരക്ഷയും ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ ലഭിക്കുകയും മാത്രം ചെയ്താൽ മതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എന്നായിരുന്നു. എന്തായാലും ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ലാഭം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഡെപ്റ്റ് ഫണ്ടും പൂർണ്ണമായും സുരക്ഷിതമല്ല എന്നുകൂടി ഞാൻ സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചു. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിനെപ്പറ്റി ഒരുപാട് നോളജുകൾ സംഘടിപ്പിക്കുക. ഒരുപാട് മികച്ച യൂട്യൂബ് ചാനലുകളിൽ സ്റ്റോക്കിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുമുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ ചാനലിൽ പോലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 7 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷമെങ്കിലും ആയേനെ. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് കുറച്ചെങ്കിലും കഷ്ടപ്പെടണം. മറ്റൊരു സുഹൃത്ത് കുറച്ച് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. തീർച്ചയായും സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാനുള്ള പവർ, അതോറിറ്റി എനിക്കില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 4 സ്റ്റോക്കുകൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. IRCTC, അഫിൽ ഇന്ത്യ, അവന്യൂ സൂപ്പർ മാർക്കറ്റ്, ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് എന്നിവയായിരുന്നു ആ 4 സ്റ്റോക്കുകൾ. ഇതിൽ ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് മാത്രം കുറച്ച് താഴ്ന്നുവെങ്കിലും മറ്റു 3 സ്റ്റോക്കുകളും ഒരുപാട് ഉയർന്നു. അതായത് 50% മുതൽ 200% കൂടുതൽ നേട്ടം ആ സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതിന് ഏതാനും മാസങ്ങളെടുത്തു. അതിനുശേഷം ആ സുഹൃത്തിനോട് ഈ സ്റ്റോക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ മുൻപ് തന്നെ ചെറിയൊരു ലാഭത്തിന് ഈ സ്റ്റോക്കുകളിൽ നിന്നെല്ലാം എക്സിറ്റ് ചെയ്തിരുന്നു. അതായത് വെറും 10% താഴെ മാത്രമാണ് അദ്ദേഹത്തിന് ലാഭം ലഭിച്ചത്.
അതായത് മികച്ച സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയാലും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷമ ആവശ്യമാണ്. വേറെ സുഹൃത്തിനോട് ഫോണിലൂടെ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ ഫേവററ്റ് സ്റ്റോക്കായ IRCTCയെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ സ്റ്റോക്ക് വാങ്ങുകയും 20% ലാഭം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്തു. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ലക്ക് മാത്രമാണ്. കാരണം ദീർഘകാലത്തേക്കാണ് ഞാൻ IRCTC ഒരു മികച്ച സ്റ്റോക്കാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഇത്തരത്തിൽ ലാഭം കിട്ടിയ ശേഷം അദ്ദേഹം എന്നോട് വീണ്ടും ചോദിച്ചത് ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ എന്നായിരുന്നു. അന്നത്തെ ചില പോസിറ്റീവ് ന്യൂസുകൾ കൊണ്ട് മാത്രമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് 20% റിട്ടേൺ ലഭിച്ചത്. അത് വീണ്ടും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ദീർഘകാലത്തേക്ക് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഡിമാർട്ട് മികച്ച ഒരു സ്റ്റോക്ക് ആയിരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. പക്ഷേ അദ്ദേഹം രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തത് നെഗറ്റീവ് റിട്ടേൺ രേഖപ്പെടുത്തുന്ന ഒരു കമ്പനിയിലായിരുന്നു. അതിനുശേഷം ആ കമ്പനിയിൽ ഒരു വലിയൊരു കറക്ഷൻ വരികയും അദ്ദേഹത്തിന് മോശമല്ലാത്തൊരു തുക നഷ്ടപ്പെടുകയും ചെയ്തു. അതേസമയം 2000 താഴെ ഉണ്ടായിരുന്ന ഡിമാർട്ടിൻ്റെ ഇന്നത്തെ വില 3600 മുകളിലാണ്. 80%-ലേറെ ലാഭം ഡിമാർട്ടിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയിൽ പാർട്ണർ ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ പ്രകടനത്തിലായിരിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിലേക്കോ വില കുറഞ്ഞ സ്റ്റോക്കുകളിലേക്കോ ഫോക്കസ് ചെയ്യരുത്. 3 വർഷം മുൻപ് എൻ്റെ ക്ലോസ് റിലേഷനിൽപ്പെട്ട ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ മികച്ച സ്റ്റോക്ക് ഏത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അന്നത്തെ മാഗസിനുകളിൽ ലഭിച്ച അറിവ് വെച്ച് ഞാൻ ശോഭ ഡെവലപ്പേഴ്സാണ് സജസ്റ്റ് ചെയ്തത്. 280-300 രൂപയുണ്ടായിരുന്ന ശോഭ ഡെവലപ്പേഴ്സ് ഏതാനും മാസങ്ങൾ കൊണ്ട് 600ലേക്ക് കുതിച്ചു. അദ്ദേഹം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് 2 ലക്ഷം ആയേനെ. ഇവിടെ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രോക്കറുടെ കൂടി അഡ്വൈസ് പ്രകാരം ശോഭ ഡെവലപ്പേഴ്സ് കൂടാതെ മറ്റു ചില സ്റ്റോക്കുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആ 1 ലക്ഷം രൂപ ഡൈവേഴ്സിഫൈഡ് ആയിപ്പോയി. എന്തായാലും ശോഭയിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക ഡബിളായി എങ്കിലും മറ്റ് സ്റ്റോക്കുകൾ അത്ര തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. മാത്രമല്ല 600 എത്തിയ സമയത്ത് ശോഭ സെൽ ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല. ഏതൊരു കമ്പനിയുടെ പ്രൈസും റോക്കറ്റ് പോലെ മുകളിലേക്ക് മാത്രം ഉയരുകയില്ല ഒരിക്കലും. തീർച്ചയായും അവിടെ നിന്ന് ആ സ്റ്റോക്ക് പ്രൈസ് 400ലേക്കും 300 റേഞ്ചിലേക്കും താഴുകയാണ് അതിനുശേഷം സംഭവിച്ചത്. തീർച്ചയായും ഓവർ ഡൈവേഴ്സിഫൈഡ് ചെയ്തതും പാർഷ്യലിയെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തതുമാണ് ഇവിടെ വിനയായത്. അവസാനമായി ഒരു ബ്രോക്കിംഗ് സ്ഥാപനം മ്യൂച്വൽ ഫണ്ടിൽ 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനോട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 13 ലക്ഷമായപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ലാഭമായി കിട്ടിയ ഈ 4 ലക്ഷം രൂപ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിരുന്നു. സ്വന്തം താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് കൂട്ടുവാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ട്രിക്കായിരുന്നു അത്. കാരണം അദ്ദേഹം പുതിയ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഇതേ റിസ്ക് തന്നെയാണ് അവിടെയും ഉള്ളത്. ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൂടാം അല്ലെങ്കിൽ കുറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഈ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ചതാണ് എങ്കിൽ ഇതിൽ തന്നെ നിക്ഷേപം തുടരുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു രീതിയിൽ കണക്ക് അവതരിപ്പിച്ച് ഇവിടെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും മുകളിൽ പറഞ്ഞ 7 പേരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ ചെയ്ത മിസ്റ്റേക്കുകൾ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വ്യക്തിപരമായി അവരെ വേദനിപ്പിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവരുടെ അബദ്ധത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.